ഗൈസ്, നമ്മുടെ മുമ്പിലിരിക്കുന്നതാണ് ഏറ്റവും പുതിയ ബജാജിന്റെ N150 ട്ടാ. കിടില സാധനം. ഇതിനു മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ N160 റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ചെറിയ അപ്ഡേഷനും കൂടിയാണ് നമ്മുടെ ഈ പുതിയ ബൈക്കിലൂടെ കാണാൻ പോകുന്നത്. N150 ട്ടാ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്നതാണ് ഏറ്റവും പുതിയ ബജാജിന്റെ N150 ട്ടാ. CC. നമ്മുടെ ഇതിനു മുമ്പുള്ള 160 നിന്നും 150 ആയപ്പോൾ കുറച്ച് ചെറിയ മാറ്റങ്ങൾ കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രൈസ് ചേഞ്ചും നമുക്ക് കാണാൻ സാധിക്കും. ഓവറോൾ ഒരൊറ്റ ലുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണില്ല. എന്നാൽ ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങി നോക്കാം. വാഹനത്തിൻ്റെ ഒരു പക്ക സ്ട്രീറ്റ് ബൈക്ക് ഇട്ടാ, എന്നാൽ പക്ക ഒരു സ്പോർട്സ് ബൈക്കൊന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല. അതിൻ്റേതായുള്ള ഒരു ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. ഇതിനു മുമ്പുള്ള N160 മിറേഴ്സും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഒരു സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ ആ ഒരു താഴ്വശത്തേക്ക് നമുക്ക് ഒരു ഷാർപ്പ് ഫേസ് ആയിട്ടാണ് നമ്മുടെ ഏറ്റവും പുതിയ N150. ആ ഒരു നല്ലൊരു ബോൾഡ് ലുക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഒരു നമ്പർ പ്ലേറ്റ് ഹോൾഡറൊക്കെ വരുന്നുണ്ട്. നമ്മുടെ രണ്ട് സൈഡിൽ DRL പ്ലസ് സെൻറ്ററിൽ പ്രൊജക്റ്റഡ് LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. നോക്കി ആ ഒരു ഷാർപ്പ് ലുക്ക് ദൂരം നിന്നൊക്കെ വരുമ്പോൾ ജാതി ലുക്കാട്ടെ. ഈ ഒരു ഭാഗത്ത് റെഡ് വൈറ്റ് ലൈൻസ് വരുന്നുണ്ട് ആ ഒരു ഗ്രാഫിക്സിൻ്റെ ഭാഗമായിട്ട്. ഈ ഒരു ലൈൻസ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് തന്നെ മാറ്റുന്നുണ്ട് കേട്ടോ. സൈഡിലും ബാക്ക് സൈഡിലും ഒക്കെ നമുക്ക് ഈ ഒരു ലൈൻസ് കാണാൻ സാധിക്കും. താഴ്വശത്തേക്ക് വരുമ്പോൾ നമുക്ക് ടെലസ്കോപ്പിക് 31 mm സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ആ ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. താഴ്വശത്തേക്ക് വരുമ്പോൾ അലോയ് വീൽസ് കണ്ട. പിന്നെ ഇവിടെ നമുക്കൊരു ABSൻ്റെ ഒരു സ്റ്റിക്കറിങ് കാണാം. വാഹനത്തിൽ സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ മങ്കാടിനും ഒരു ഡുവൽ ടോൺ കാണാൻ സാധിക്കും. അവിടെ സ്റ്റിക്കറിങ് കണ്ട ഒരു ബ്ലാക്കിഷ് ഗ്രേ ടോണിൽ വരുന്നത്. 17 ഇഞ്ചിൻ്റെ ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുമാത്രമല്ല ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മാണ് വരുന്നത്. ആ ടയറിൻ്റെ ആ ലോയ്സിലും നമുക്ക് ആ ഒരു വൈറ്റ് റെഡ് സ്റ്റിക്കറിങ് കാണാൻ സാധിക്കും. MRFൻ്റെ ടയറായിട്ടാണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത്. ടാങ്കിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ബൾക്കി ടാങ്കാണ്. നമ്മുടെ NSൻ്റെ ടാങ്കൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അല്പം ചേഞ്ചുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കും. ഈ ഒരു ടാങ്കും ഡുവൽ ടോണാണ്. ഒരു ബ്ലാക്കിഷ് ടോണും പ്ലസ് ഒരു ഗ്രേ ടോണുള്ള സ്റ്റിക്കറിങ്ങിൽ കാണാൻ സാധിക്കും. ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞാൽ പക്ക ബ്ലാക്ക് ആട്ടാ. ഇവിടെ നമുക്കൊരു എയർ കട്ടിങ്സിൻ്റെ ഒരു ഭാഗം കാണാൻ സാധിക്കും. കണ്ട എയർ കട്ട് ചെയ്ത് എയറോ ഡൈനാമിക് ഡിസൈനാണ് വരുന്നത്. പിന്നെ നമ്മുടെ ആ സ്റ്റിക്കറിങ് റെഡ് വൈറ്റുള്ള ആ ഒരു കോമ്പിനേഷനുള്ള സ്റ്റിക്കറിങ് ഇവിടെയും വരുന്നുണ്ട്. ഇതാണ് ആ ടാങ്കിൻ്റെ ഭാഗം. എങ്ങനെയുണ്ട് താഴ്വശം? അടിപൊളിയായിട്ടില്ലേ? ഇതിങ്ങനെ ബാക്ക് വരെ അങ്ങനെ പെടയായിട്ട് കിടക്കാട്ടാ. ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 150 cc കിടില എഞ്ചിനായിട്ടാണ് വരുന്നത്. നമ്മുടെ ഇതിനു മുമ്പുള്ള N160 വെച്ച് അപേക്ഷിക്കുമ്പോൾ ലേശം ടോർക്കും പവറും കുറവാണ്. ഈ വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് 14.5 PS പവറും 13.5 Nm ടോർക്കാണ് വരുന്നത്. താഴെ ഒരു എഞ്ചിൻ പ്രൊട്ടക്ടറൊക്കെ വരുന്നുണ്ട്. അതിൽ നമുക്കൊരു സ്റ്റിക്കറിങ് കാണാൻ സാധിക്കും. അണ്ടർ ബെല്ലി എക്സോസ്റ്റ് കാണാം. അതിൻ്റെ ആ ഒരു സൗണ്ട് നോട്ടിലും ചെറിയ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അത് ഞാൻ കേൾക്കുമ്പോൾ വാഹനം ഓണാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റിക്കറിങ് കാണാം N160. ആ ഭാഗത്ത് ഒരു റെഡ് ഗ്രേ കളർ ടോണിലാണ് ആ സ്റ്റിക്കറിങ് വരുന്നത്. വാഹനത്തിൻ്റെ സീറ്റ് വരുന്നത് സ്പ്ലിറ്റ് സീറ്റല്ല, സിംഗിൾ സീറ്റാണ് വരുന്നത്. പിലിയനൊക്കെ അത്യാവശ്യം നല്ല വിട്ടോടുകൂടി കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ സാധിക്കും. ആ മാത്രമല്ല റൈഡർക്ക് നല്ലൊരു കുഷനിങ് എഫക്റ്റ് ഞാൻ നോക്കിയപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിലൊരു നല്ലൊരു ഗ്രാബ് റെയിൽസ് വരുന്നുണ്ട്. അതൊരു പക്ക ബ്ലാക്ക് അല്ല, ഒരു ഗ്രേഷ് ടോണിലായിട്ട് വരുന്നത്. ഡോമിനാറിന്റെ ഒരു ബാക്ക് സൈഡിൽ വരുന്ന ബ്രേക്ക് ലൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഒരു ട്യൂബ് പോലത്തെ ബ്രേക്ക് ലൈറ്റ് അല്ല, LED ബ്രേക്ക് ലൈറ്റുകളാണ് നമുക്ക് ബാക്കിൽ വരുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വരുന്നത് നോർമൽ ഹാലോജൻ ബൾബുകളാണ് വരുന്നത്. പിന്നെ ഒരു റിഫ്ലക്ടർ കാണാൻ സാധിക്കും. താഴ്വശത്ത് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ഒരു ടയറിന് ഒരു എക്സ്ട്രാ മഡ് ഗാർഡ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ബാക്ക് ടയറിലും നമുക്ക് ആ ഒരു സ്റ്റിക്കറിങ് കാണാൻ സാധിക്കും, റെഡ് വൈറ്റ് എന്നുള്ള രീതിക്ക്. പിന്നെ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോർമൽ ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. ബാക്കിലൊരു സാരി ഗാർഡൊക്കെ വരുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ട് ഇത് കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കും അലോയ് വീൽസ് ആണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 165 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ വീൽ ബേസ് എന്ന് പറയുന്നത് 1352 mm ആണ് വരുന്നത്. 145 കിലോഗ്രാമാണ് ഈ വാഹനത്തിൻ്റെ കെർബ് വെയിറ്റ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കനം നമുക്ക് ഫീൽ ആവുന്നുണ്ട്. നല്ല സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റൂടാ. ഈ ടാങ്കിൻ്റെ ഒക്കെ ഒരു വലുപ്പം നോക്കിയാൽ 14 ലിറ്ററായിട്ട് ഈ വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി. ഇവിടുത്തെ ആ ഗ്രെയിൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. E20 ഫ്യൂലും കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും ലേറ്റസ്റ്റ് ടെക്നോളജികൾ വെച്ചിട്ടാണ് ഈ വാഹനം ഉണ്ടാക്കിയേക്കുന്നത്. ഈ ഒരു ഭാഗത്തെ കട്ടിങ്സ് ഒക്കെ അടിപൊളി. അതിൻ്റെ എയറോ ഡൈനാമിക് ഡിസൈനൊക്കെ പക്കാ നീറ്റായിട്ടാണ് ചെയ്തതാണ്. വാഹനം ഒന്ന് ഓണാക്കി വെക്കാം. ഇതാണ് നമ്മുടെ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ. ഇതിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. ഇതിൽ നമുക്ക് സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഓഡോമീറ്റർ വരുന്നുണ്ട്, ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്, ടാക്കോമീറ്റർ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ടു MT ഒക്കെ കാണാൻ സാധിക്കും. ക്ലോക്കും കാണാൻ സാധിക്കും കേട്ടോ. അതിൽ ഗിയർ ഷിഫ്റ്ററും എല്ലാം ഇതിൽ വരുന്നുണ്ട്. ഒരു ചെറിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഒരുപാട് ഐറ്റംസ് അതിൽ ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കൊന്ന് വാഹനം ഓണാക്കാം.
എൻ്റെ മോനെ ആ ജില്ല് സൗണ്ട് നോക്കിയേ. NS-ൽ വെച്ച് അപേക്ഷിക്കുമ്പോൾ അവർ ബാസും കാര്യങ്ങളൊക്കെ കുറവാണ്. നേരിട്ട് ഞാൻ കേട്ടതല്ലോ, ക്യാമറ കൂടെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തോരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയില്ല. പക്കാ ഒരു സ്പോർട്സ് കണ്ടീഷൻ ഉണ്ടാ, നല്ലൊരു ടോണ് കിട്ടുന്നുണ്ട് സൗണ്ട്. ആ ഒരു 150cc ഒരു പക്ക ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അണ്ടർബെല്ലി എക്സോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ താഴേക്ക് ഇറക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇരുന്നിട്ടല്ലോ കാണിക്കുന്നത്. എൻ്റെ മോനെ ആ പൊട്ടലൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയില്ലേ? എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു 150cc പക്ക ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. RP മീറ്ററൊക്കെ കയറുന്ന അടിപൊളിയായിട്ടുണ്ട്, കണ്ടില്ലേ? 1,18,000 വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഞാൻ താഴെ എക്സിക്യൂട്ടീവിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു എഞ്ചിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്, താഴെ വാഹനം ഓൺ ആക്കാനുള്ള ഒരു സ്വിച്ച് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിമ്മും ബ്രൈറ്റും, പാസ് ലൈറ്റ്, വാഹനത്തിൻ്റെ ലൈറ്റ് വരുന്നത് വൈറ്റ് ലൈറ്റ് ആണ് കേട്ടോ, ഇൻഡിക്കേറ്റർ, പിന്നെ ഹോൺ, യൂണിവേഴ്സൽ ഹോൺ. ഇതൊക്കെയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ക്ലച്ച് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്മൂത്താണ്, പഴം പോലെ നമുക്ക് ആക്സസ് ചെയ്യാനൊക്കെ പറ്റും. അത്രയും സിമ്പിളായിട്ടാട്ടാ. ഇതാണ് വാഹനത്തിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഫേസ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു ഷാർപ്പ് ആൻഡ് ബോൾഡ് ലുക്കാണ്. പക്ക സ്പോർട്സ് ബൈക്കിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല, എന്നാൽ നമ്മുടെ ഒരു സ്ട്രീറ്റ് ബൈക്കിൽ നിന്ന് വിളിക്കാം നമുക്ക്. ബാക്കിലത്തെ സസ്പെൻഷൻ മോണോ ഷോക്കാണ് കേട്ടോ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഹെഡ്ലൈറ്റ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ലേ? ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ടു MT കാണിക്കുന്നുണ്ട്. 200 km ആണ് ഈ വാഹനം ഓടുന്നത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രിപ്പ് മീറ്റർ, ഇവിടെയാണ് നമ്മുടെ ചാർജിങ് സംവിധാനം വരുന്നത് കേട്ടോ. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഒരു സാരി കാർഡൊക്കെ വരുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള. നമ്മൾ കയറി ഇരിക്കുമ്പോൾ ഒന്നും അധികം ഷിവറിങ് കാര്യങ്ങളൊന്നും ഫീൽ ആയില്ല. സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇൻഡിക്കേറ്റേഴ്സ് ആട്ടാ. പെട്ടെന്നൊന്നും ഒടിയില്ല, ഭയങ്കര ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഹാൻഡിൽ ബാറിൻ്റെ രണ്ടറ്റത്തും വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, അത് വൈബ്രേഷൻ കുറയ്ക്കാനാട്ടാ. മാക്സിമം വൈബ്രേഷൻ കുറച്ചിട്ട് തന്നെയാണ് വാഹനം ഇറക്കിയേക്കണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ മാക്സിമം.